ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എത്ര അഴുക്ക് പിടിച്ച മിക്സി ഒരു നിമിഷം കൊണ്ട് വൃത്തിയാക്കാനുള്ള ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ എൻ്റെ മിക്സിയിലാണെങ്കിൽ ഇതാ നിറയെ അഴുക്ക് പറ്റി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. 2-3 ആഴ്ച വരെയായി കേട്ടോ ഈ മിക്സി ഒന്ന് വൃത്തിയാക്കിയിട്ട്. കാരണം ഇത്തിരി തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വൃത്തിയാക്കാനും പറ്റിയില്ല. അതിൻ്റെ ആ ഒരു നമ്മൾ അരയ്ക്കുന്ന അരപ്പിൻ്റെയും അതുപോലെ തന്നെ വെള്ളമൊക്കെ വീണാണ് നല്ലതുപോലെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ആർക്കും ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റിയ ഒരു ടിപ്സാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ പലരും ജോലി തിരക്കൊക്കെ ഉള്ളവരായിരിക്കും മിക്കവാറും. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ എന്നും മിക്സിയൊന്നും വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവർക്കൊക്കെ വേണ്ടിയാണ് എളുപ്പത്തിൽ നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് ചിലവാക്കിയാൽ മതി കേട്ടോ ആ ഒരു മിക്സി നല്ലതുപോലെ പുതുപുത്തനാക്കാൻ. അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ ഞാൻ ഒരു ലിക്വിഡ് തയ്യാറാക്കുകയാണ് ആദ്യം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ കോൾഗേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ള കോൾഗേറ്റ് തന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കോൾഗേറ്റ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവിലൊന്നും നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് പാത്രം കഴുകുന്ന ഇത് ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് ലിക്വിഡായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വിമ്മിൻ്റെ ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4-5 തുള്ളി ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് അളവിൽ 1 സ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴാ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ആ കോൾഗേറ്റും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പാത്രം കഴുകുന്ന ലിക്വിഡും അതുപോലെ തന്നെ ഇത് സോഡാപ്പൊടിയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ മിക്സിയുടെ ആ ഒരു പുറത്തെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് ആ ഒരു ബ്രഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച ശേഷം നമുക്കിതിലേക്ക് മുക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഒരു പഴയ ബ്രഷാണ് കേട്ടോ. ഇതുപോലത്തെ പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാറ്റി വെച്ചിരുന്ന ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടൊന്ന് ആ ഒരു മിക്സിയിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യണം. കുറേ പേര് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പം ഞാൻ ഇവിടെ ആ ഒരു മിക്സിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ആ ഒരു പുറത്തും അതുപോലെ തന്നെ ആ ഒരു സ്വിച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് എല്ലായിടത്തും അഴുക്കൊക്കെ നല്ലതുപോലെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ അഴുക്കൊക്കെ ഇളകി കിട്ടും കേട്ടോ. അപ്പം നമുക്ക് എന്നും വൃത്തിയാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് നേരെ ഉള്ളപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയൊക്കെ നല്ല പുതിയതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ പുറമൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അകത്തുള്ളതെന്ന് വെച്ചാൽ നല്ല പറ്റി പിടിച്ച അഴുക്കാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഫോർക്ക് എടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു പഞ്ഞിയെ പോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്നൊരു ചെറിയ കഷ്ണം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള അഴുക്കെല്ലാം നല്ലതുപോലെ ഇളകി കിട്ടും. ആ ഒരു സ്പോഞ്ച് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്വിച്ചിൻ്റെ ഇടഭാഗത്ത് എല്ലായിടത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എത്ര നമുക്ക് ഇത് വൃത്തിയാക്കാൻ പറ്റാത്തടത്ത് നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ പേര് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് കുറേ പേര് ലൈക്ക് ചെയ്യുന്നില്ല. വീഡിയോ കണ്ടു പോകുന്നു, പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ കാണണേ. അപ്പം ഞാൻ ആ ഒരു സൈഡിലൊക്കെ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് എത്ര അഴുക്കുണ്ടെങ്കിലും അത് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ അഴുക്കെല്ലാം ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ആ സൈഡിലും അതുപോലെ തന്നെ എല്ലായിടവും വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് എന്നും മിക്സി ഇതുപോലെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. അവർക്ക് പല തിരക്കുകളും കാണും.
അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഇതുപോലെ നമ്മൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് മിക്സിയൊക്കെ നന്നായി വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ എല്ലായിടവും ഒന്ന് തേച്ച് വൃത്തിയാക്കിയ ശേഷം നമുക്കിതിനെ ഒരു തുണിയിൽ വെള്ളം മുക്കിയ ശേഷം നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. നമുക്ക് നേരിട്ട് വെള്ളമൊന്നും ഒഴിച്ച് മിക്സി ഒന്ന് കഴുകിയൊന്നും എടുക്കല്. നമ്മൾ ഒരു തുണിയിലൊന്ന് മുക്കിയ ശേഷം നമ്മൾ കഴുകിയെടുക്കുന്നതാണ് നല്ല കേട്ടോ. കണ്ടോ, നമുക്ക് ആ ഒരു സൈഡിലെല്ലാം നിറയെ അഴുക്ക് പറ്റി പിടിച്ചിരിപ്പുണ്ട് കണ്ടോ. അതൊക്കെ നമുക്ക് ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ ഒരു ടർക്കിയിലേക്ക് തുണിയിൽ ഒന്ന് വെള്ളം മുക്കിയ ശേഷമാണ് ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇതില്ലാതെ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നേരത്തെ ഇരുന്ന മിക്സിയും ഇതും ഒന്ന് നോക്കിക്കേ, നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1 മാസമായാലും 2 മാസമായാലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എത്ര പഴയ മിക്സി നമുക്ക് പുതിയതുപോലെ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ജാർ എങ്ങനെയാണ് വൃത്തിയാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഒരു ജാറാണ് കേട്ടോ. നമ്മൾ അരയ്ക്കാനും അതുപോലെ തന്നെ തോരത്തിനൊക്കെ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ജാറൊന്ന് പൊട്ടിപ്പോയി കേട്ടോ. എങ്കിലും ഞാൻ കളഞ്ഞൊന്നുമില്ല, മാറ്റിയെടുത്തില്ല കേട്ടോ. അത് തന്നെയാണ് വെച്ച് അരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി ആ ഒരു ജാറിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ കുറച്ച് അളവിൽ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ലിക്വിഡാണ് കേട്ടോ. നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡായാലും മതി. അതൊരു 2-3 തുള്ളി ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അതൊരു 5-10 മിനിറ്റ് അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ലതുപോലെ കുതിർന്ന് വരുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനും നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മളിത് വൃത്തിയാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫോർക്കിൽ ചെറിയൊരു സ്പോഞ്ച് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് സ്പോഞ്ച് വെച്ചാണ് ഇതിൽ വൃത്തിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ആ ഒരു ഫോർക്ക് വെച്ച് തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, ആ സൈഡിലൊക്കെ ആ ഒരു വെള്ളത്തിൽ തന്നെ ഒന്ന് എല്ലാ അഴുക്കും ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു വെള്ളം ഈ ഒരു പാത്രത്തിൽ വീട്ടുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നിറയെ അഴുക്കെല്ലാം ഇളകി ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ട പൊടിയും എല്ലാം കൂടി നല്ലതുപോലെ ഇളകി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു മിക്സിയുടെ ജാറൊക്കെ വൃത്തിയാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. അപ്പോൾ കണ്ടോ, ജാറ് നല്ലതുപോലെ അതിൻ്റെ അകത്തെല്ലാം അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി അല്ലേ ഇന്ന് ഞാൻ കാണിച്ച വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.